ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എല്ലാവരും കാണാൻ ഏറെ ആഗ്രഹിച്ച ഒരു ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ യഥാർത്ഥത്തിൽ എല്ലാം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ രേവതിയെ കിച്ചണിൽ ഇനി കയറണ്ട, ശ്രുതി തന്നെ എല്ലാ ജോലിയും നോക്കട്ടെ എന്നുള്ളൊരു പണിഷ്മെൻറ്റ് കൊടുക്കുന്ന എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരു ഓട്ടത്തിന് പോയിട്ട് ഭയങ്കര സന്തോഷത്തിൽ വരികയാണ് കേട്ടോ. രേവതി ഇന്ന് കുറച്ച് ഏറെ പൈസ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ കുടുക്കയിൽ ഇത് കൊണ്ടുപോയി ഇടണം എന്ന് പറയുകയാണേ. അപ്പോഴേക്ക് രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടാ നമ്മുടെ ഫ്രൂട്ട്സ് ബൊക്കെയൊക്കെ ഉണ്ടാക്കിയല്ലോ, അതിനകത്തുനിന്ന് എനിക്കും ഇന്ന് നന്നായിട്ട് പൈസ കിട്ടിയിട്ടുണ്ട്, ഇതും കൂടി കൊണ്ടുപോയി ഇടാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കുടുക്ക എടുക്കുകയാണ് കേട്ടോ. ഈ സമയം കുടുക്കയാണെങ്കിൽ ഓൾറെഡി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇതിനകത്ത് ഇനി ഇടാൻ പറ്റുന്നില്ലല്ലോ, നമുക്ക് വേറൊരു കുടുക്കയും കൂടി മേടിച്ചാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി ഒരു കാര്യം ചെയ്യാം, നമുക്കിതൊന്ന് എണ്ണി എല്ലാം തിട്ടപ്പെടുത്തണമല്ലോ, ഏകദേശം എത്ര രൂപ ആയിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് പുതിയൊരു ബാക്കി അത് എണ്ണി മാറ്റിയതിന് ശേഷം പുതിയൊരു കുടുക്ക തുടങ്ങാമെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് പൈസ ഇങ്ങനെ എണ്ണുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4-5 ലക്ഷം രൂപ അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി നമുക്ക് ഇന്ന് തന്നെ പോയി ആ എഞ്ചിനീയറെ അങ്ങ് കണ്ടാലോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടാ, അന്ന് പറഞ്ഞത് ഒരു 7 ലക്ഷം രൂപയൊക്കെ ഒരു റൂമിനാവുമെന്നല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് ഈ ക്യാഷും ഉണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയാമെന്ന് പറയാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ ഓട്ടത്തിനായിട്ട് പോകുന്നുണ്ട്. രേവതിയോട് പറയുന്നുണ്ട്, രേവതി ആ ക്യാഷൊക്കെ നീ ഒന്ന് എടുത്ത് സൂക്ഷിച്ച് വെച്ചേരെന്ന് പറയാണ്. എന്നാൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പാർലറിലേക്ക് പോകാനായിട്ട് ജോലിക്കാണ്ടോ, സ്വന്തമായിട്ട് ഇപ്പോൾ പാർലറൊന്നും ഇല്ല, പുറത്ത് വേറൊരു പാർലറിൽ ജോലിക്കായിട്ടാണ് ശ്രുതി പോകുന്നത്. അങ്ങനെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ ശ്രുതി കേൾക്കുന്നുണ്ട്. 5 ലക്ഷം രൂപയോ, ഇവർ ഈ പൂ കിട്ടിയും ഈ വണ്ടി ഓടിച്ചു ഇത്രയും രൂപ ഉണ്ടാക്കിയോ, ഇവർക്കിപ്പോൾ എന്തിനാ ഇത്രയും വലിയ പൈസ, ഇത്രയും അധികം പൈസ, ഇനിയിപ്പോൾ ആൻ്റണിക്ക് കൊടുക്കാനായിട്ട് അത്യാവശ്യമായിട്ട് 3 ലക്ഷം രൂപ വേണമല്ലോ, അതിനെന്തായാലും ഒരു വഴി കാണണമെന്നൊക്കെ ശ്രുതിയും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ഒരു ഓർഡറുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ബൊക്കെ കൊടുക്കാനായിട്ട് രേവതി സ്കൂട്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സച്ചി ആണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ സച്ചി പോകുന്ന വഴിക്ക് എഞ്ചിനീയറെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ എഞ്ചിനീയറോട് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ആ റൂം പണി അന്ന് പറഞ്ഞിരുന്നില്ലേ, അതൊന്ന് നോക്കണമെന്ന് പറയണം. അപ്പോൾ ആ എഞ്ചിനീയർ പറയുന്നുണ്ട്, അതിനെന്താ സച്ചി, നമുക്ക് ഉടനെ തന്നെ അത് റെഡിയാക്കിയേക്കാം, പിന്നെ അന്ന് പറഞ്ഞതിൽ നിന്നും കുറച്ചുകൂടി ക്യാഷ് അധികം ആവും, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സാധനങ്ങൾക്കൊക്കെ അതിലും അധികം പൈസ ആയിട്ടുണ്ടെന്ന് പറയണേ. സച്ചി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല സാർ, എൻ്റെ രേവതി ആഗ്രഹിച്ചതുപോലെ മനോഹരമായിട്ടുള്ള ഒരു റൂം തന്നെ വേണം, അത് നമുക്ക് തുടങ്ങാമെന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സച്ചി എന്നാൽ ഒരു കാര്യം ചെയ്യും, 1 ലക്ഷം രൂപയെങ്കിലും അഡ്വാൻസ് ആയിട്ട് തരണമെന്ന് പറയാണ്. അതിനെന്താ, അതൊക്കെ സാറെന്നാ വൈകിട്ട് വീട്ടിലോട്ട് വന്നേര്, ഞാൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഓട്ടത്തിന് പോവാണ്. അങ്ങനെ സച്ചിയും രേവതിയും പുറത്തേക്ക് പോയതിന് ശേഷം നമ്മുടെ ശ്രുതി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ പൈസ വെച്ചിരിക്കുന്ന ആ ബാഗ് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിനകത്തിൽ നിന്ന് ഒരു 3 ലക്ഷം രൂപ എടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ അത് അവിടെ തന്നെ വെച്ചിട്ട് റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആൻ്റണിക്ക് കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻ്റണിയുടെ 3 ലക്ഷം രൂപയ്ക്ക് അർജൻറ്റായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആൻ്റണി എന്നും വഴക്കാണ്. അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ആൻ്റണി ഫോൺ എടുക്കുന്നില്ല. പൈസ കൊടുക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇയാൾ ഫോണും എടുക്കുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിക്കുകയാണേ. അങ്ങനെ ശ്രുതിക്ക് അത്യാവശ്യമായിട്ട് ഒരു മേക്കപ്പിന് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശ്രുതി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ക്യാഷ് എത്തല്ലോ, പോയിട്ട് വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ശ്രുതി അവിടെ ആ ക്യാഷ് അവിടെ വെച്ചിട്ട് പോവാണ്. അങ്ങനെ ശ്രുതിയുടെ കബോർഡിനകത്ത് വെച്ചിട്ട് ശ്രുതിയും പെട്ടെന്ന് തന്നെ മേക്കപ്പിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി. ഈ സമയം സച്ചി കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. രേവതി നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ഇപ്പം തന്നെ എഞ്ചിനീയർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമെന്ന് പറയാണ്. അപ്പോൾ സച്ചിയേട്ടാ ഞാൻ വന്നേക്കാം, സച്ചിയേട്ടനിപ്പോൾ വീട്ടിലേക്ക് വരുമോ? ദേ രേവതി ഞാൻ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രേവതി പോയിട്ട് ആ ക്യാഷ് എടുത്ത് 1 ലക്ഷം രൂപ എണ്ണി മാറ്റി വെക്കണമല്ലോ. അങ്ങനെ ഓടിച്ചെന്ന് റൂം തുറക്കുന്ന രേവതി
ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം ബാഗിനകത്ത് 2 ലക്ഷം രൂപ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അങ്ങനെ സച്ചിയേട്ടാ ഇങ്ങ് വന്നേ, എന്താണെന്നറിയില്ല, ഇതിനകത്തിപ്പോൾ 2 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതി ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. സച്ചി പെട്ടെന്ന് വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, എന്താ രേവതി, നീ തമാശ കളിക്കുവാണോ? 1 ലക്ഷം രൂപ എടുത്ത് മാറ്റാനല്ലേ ഞാൻ പറഞ്ഞത്. സച്ചിയേട്ടാ അതല്ല, നമ്മൾ വെച്ചിട്ട് പോയ ബാഗ് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊന്നും 3 ലക്ഷം രൂപ കാണുന്നില്ല, 2 ലക്ഷം രൂപയേ ഉള്ളൂ. എന്താ രേവതി, നീ അവിടെ എവിടെയെങ്കിലും കാണും, നീ നന്നായിട്ടൊന്ന് എണ്ണി നോക്ക്. അല്ല സച്ചിയേട്ടാ, ഇതിനകത്ത് ക്യാഷ് കുറവുണ്ടെന്ന് പറയുകയാണേ. അങ്ങനെ സച്ചി ഓടി വന്നിട്ട് ആ ക്യാഷ് നോക്കുന്നുണ്ട്. എന്നാൽ പൈസ കണ്ടിട്ട് സച്ചി ആകെ ഷോക്കാവാണ് കേട്ടോ. അപ്പോഴേക്കും രണ്ടുപേരും കൂടി എന്നെ രേവതി ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലിരുന്ന പൈസ ആരെടുക്കാനാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ പരിഭ്രമിക്കുന്നത് നമ്മുടെ വർഷ കാണുന്നുണ്ട് കേട്ടോ. വർഷ, എന്താ രേവതി ചേച്ചി, എന്താ അവിടെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചിട്ട്, ആ വർഷേ, നീ ഇന്ന് ഡബ്ബിങ്ങിന് പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, എനിക്കിന്ന് തീരെ തലവേദനയായിരുന്നു രേവതി ചേച്ചി, അതുകൊണ്ട് ഞാൻ ഇന്ന് സ്റ്റുഡിയോയിലേക്ക് പോയില്ല. എന്താ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അത് മോളെ വർഷേ, ഞങ്ങൾ റൂം കെട്ടാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കയിലിട്ടിരുന്നു, അത് എണ്ണി 5 ലക്ഷം രൂപ ഇവിടെ വെച്ചിട്ടാണ് പോയത്. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ 3 ലക്ഷം രൂപ കാണാനില്ലെന്ന് പറയുകയാണേ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടാ, ആ ക്യാഷ് എന്ത് ചെയ്യുന്ന എനിക്കറിയാം, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ, വിഷമിക്കുകയും ചെയ്യില്ലെന്ന് പറയാണ്. അപ്പോഴേക്കും എന്താ വർഷേ, നീ കാര്യം പറ, പൈസ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടി ഭയങ്കര ആയിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. വർഷ ഇപ്പോൾ പറയുന്നുണ്ട്, രേവതി ചേച്ചി, നിങ്ങൾ പുറത്തു പോയതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തലവേദന കാരണം ഞാൻ താമസിച്ച് എഴുന്നേറ്റത്. രേവതി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു ചായ മേടിച്ച് കുടിക്കാമെന്നും പറഞ്ഞ് ഞാൻ കിച്ചണിൽ വന്നപ്പോൾ അവിടെ ആരും ഇല്ല. അങ്ങനെ ഞാൻ ഒരു റീൽസ് എടുത്ത് കളയാമെന്നും പറഞ്ഞ് വീഡിയോ എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ് നിങ്ങളുടെ റൂമിലേക്ക് ശ്രുതി കയറി പോകുന്നത് കണ്ടത്. പോയിട്ട് ഷാള് മറച്ച് വെച്ചിട്ട് ക്യാഷ് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ റീൽസിന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ വീഡിയോയിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ശ്രുതി പതുങ്ങി പോകുന്നതും ആ ഷോളിനകത്ത് മറച്ച് വെച്ച് ആ ക്യാഷ് എടുത്തുകൊണ്ട് പോയി ശ്രുതിയുടെ റൂമിൽ വെക്കുന്നതും ഒക്കെ വർഷ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിരുന്നു. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ രേവതിയും സച്ചിയും ഇങ്ങനെ ഞെട്ടിപ്പോവാണ്. അങ്ങനെ ഇവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ശ്രുതി അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സമയം വീട്ടിലെ എല്ലാവരും തന്നെ ഉണ്ടാവും. അപ്പോൾ പാർലറേട്ടത്തി ഇങ്ങോട്ടൊന്ന് വന്നേന്ന് സച്ചി ഉറക്കി ഇങ്ങനെ വിളിക്കുന്ന കഴിയുമ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ വിളിക്കുന്നത്? അതെ, കാര്യം പറയാ അച്ഛാ, ഒരു വലിയ കാര്യമുണ്ട്. അച്ഛൻ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് രവി അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശ്രുതിയാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി, നീ എന്നോട് വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇപ്പോൾ വിളിക്കുന്നത്? എനിക്ക് ഇപ്പോൾ വേറെ ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോഴേക്കും രേവതിയും തടഞ്ഞു നിർത്തുന്നുണ്ട്. അല്ല ശ്രുതി, അവിടെ നിന്ന് നിന്നേ, സച്ചിയേട്ടൻ പറഞ്ഞ കാര്യമേ കണ്ടിട്ടങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തുകയാണേ. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ പൂക്കാരിയും കുടിയനും കൂടി ഇവിടെ കിടന്നിട്ട് രാവിലെ തന്നെ ആടുന്നോ? എന്താ ശ്രുതി, നിനക്കിന്ന് പോകണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. ആൻറ്റി, ഞാൻ പോകാനായിട്ട് വന്നതാണ്, ഒരു ക്ലയൻസിനെ കാണാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നതാണ്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ചന്ദ്രേ, ഇവനെന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്, അത് കേട്ടിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ശ്രുതി അവിടെ നിൽക്കുകയാണേ. അങ്ങനെ വർഷയോട് പറയുന്നുണ്ട്, വർഷേ ആ വീഡിയോ ഇങ്ങ് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സച്ചിയാണെങ്കിൽ അത് വീഡിയോ മൊത്തത്തിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം താൻ പൈസ പോയി എടുത്തുകൊണ്ട് വരുന്നതും ഷാളിൽ ഒളിപ്പിച്ച് വെക്കുന്നതും ഒക്കെ വീഡിയോയിൽ ഇങ്ങനെ കാണുകയാണ് എല്ലാവരും. ഇത് കണ്ടിട്ട് ശ്രുതി സച്ചി അത് പിന്നെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നിട്ട് എന്തൊക്കെയോ പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി നേരെ ഇങ്ങനെ പാഞ്ഞെടുക്കുകയാണ് കേട്ടോ. എന്താ ശ്രുതി കാണിക്കുന്നത്? നീ കള്ളത്തരങ്ങൾ മാത്രം ഉള്ളെന്ന് വിചാരിച്ച് എല്ലാം പോട്ടെ എന്ന് വിട്ടിട്ട് നീ ഇപ്പോൾ മോഷ്ടിക്കാനും തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി നേരെ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും രവിയും പറയുന്നുണ്ട്, എന്താ ശ്രുതി, സ്വന്തം വീട്ടിൽ നിന്ന് പോലും നീ മോഷ്ടിക്കുന്നെന്നോ? ഈ സമയം ശ്രുതിയും ഓഫീസിൽ പോയിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ, എന്താ അമ്മേ എല്ലാവരും കൂടിയിട്ട് ശ്രുതിയെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആഹാ നല്ല മനുഷ്യൻ വന്നല്ലോ, ഇങ്ങോട്ടേക്ക് വാ, നീ മാത്രമേ പൈസ എടുത്തുകൊണ്ട് ഓടുകയുള്ളെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ നീ കൂട്ടിക്കൊണ്ട് വന്ന നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവളും ഇപ്പോൾ പൈസ എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇതെല്ലാം നീ പറഞ്ഞു കൊടുത്താണോ എന്ന് ചോദിച്ചിട്ട് സച്ചി ദേഷ്യപ്പെടുകയാണ്.
സച്ചിയാണെങ്കിൽ ആ വീഡിയോ ഇട്ട് ശ്രുതിയും കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയും പെട്ടെന്ന് തന്നെ തലകുനിച്ചിങ്ങനെ ശ്രുതിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശ്രുതി അപ്പം മനസ്സിൽ വിചാരിക്കുന്നത് ആരായിരിക്കും ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരിക്കുക, എങ്ങനെയാണ് പിടിക്കപ്പെട്ടതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പാർലറായിട്ടെത്തി, ഇതെങ്ങനെയാണ് പിടിക്കപ്പെട്ടതെന്ന് ചിന്തിക്കുകയായിരിക്കല്ലേ. ഇതേ ഞാനും എൻ്റെ രേവതിയും ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണ്, അത് വെറുതെ പോയില്ല. എന്തായാലും ദൈവം ഞങ്ങളുടെ കൂടെയാണ്, അതുകൊണ്ടാണ് ഇത് തെളിവ് സഹിതം എത്രയോ വീഡിയോകൾ വർഷം വെറുതെ എടുക്കുന്നു, ഈ വീഡിയോ മാത്രം ദൈവമായിട്ടാണ് ഞങ്ങൾക്ക് കൊണ്ടു തന്നേന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി നമ്മുടെ ശ്രുതിയുടെ കബോർഡിൽ പോയിട്ട് ആ 3 ലക്ഷം രൂപ വെച്ചിരിക്കുന്നത് കയ്യിലിങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അത് തുറക്കുന്ന സമയത്ത് നമ്മുടെ ആദിയുടെ 2-3 ഡ്രസ്സ് കബോർഡിനകത്ത് ഇരിപ്പുണ്ട്. ആദിയുടെ ഡ്രസ്സോ, ഇവളുടെ ഡ്രോയ്ക്കകത്ത് എങ്ങനെ ഇരിക്കുന്നത്, ഇത് ആദ്യം പ്രശ്നം തീരട്ടെ, അത് പിന്നീട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ചിട്ട് ക്യാഷും എടുത്തുകൊണ്ട് സച്ചി ഹാളിലേക്ക് വരികയാണ്. എന്നിട്ട് ശ്രുതിയുടെ നേരെ ചോദിക്കുന്നുണ്ട്, അതെ പാർലറായിട്ടത്തേക്ക് ഇത്ര വലിയ അത്യാവശ്യം എന്താ, ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ 3 ലക്ഷം രൂപ കൊണ്ട് എന്തായിരുന്നു ഇത്ര വലിയ അർജന്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ചന്ദ്രമതിയും ശ്രുതിയുടെ നേരെ ചെല്ലുന്നുണ്ട് കേട്ടോ. അതാണല്ലോ, എന്താ ശ്രുതി നിനക്കിപ്പോൾ 3 ലക്ഷം രൂപയുടെ ഇത്ര വലിയ അർജൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ട് അടിക്കാൻ ഒരുങ്ങാണ് കേട്ടോ ചന്ദ്രമതി. അപ്പോഴേക്കും ആൻറ്റി, അതെനിക്ക് ആൻ്റണിക്ക് അത്യാവശ്യമായിട്ട് ഒരു 3 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണേ. അപ്പോഴേക്കും രവി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അത് ശ്രുതി, നീ 3 ലക്ഷം രൂപ ആൻ്റണിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അത് തിരിച്ചടയ്ക്കണം. മറ്റുള്ളവർ സമ്പാദിച്ച് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതാണോ നീ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് രവിയും ചോദിക്കുന്നുണ്ട്. ഈ സമയം രേവതിയും ശ്രുതിയുടെ നേരെ വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി, ഈ സച്ചിയേട്ടനാണെങ്കിൽ രാത്രി ഊണും ഉറക്കവും ഇല്ലാതെ വണ്ടി ഓടിച്ചുണ്ടാക്കിയ പൈസയാണ്. അതുമാത്രമല്ല, ഞാൻ രാത്രിയും വെളുപ്പിനെയൊക്കെ പൂവും കെട്ടി ഫ്രൂട്ട്സ് ബൊക്കെയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അതെങ്ങനെ നിനക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ കഴിയുമെന്നൊക്കെ ഇങ്ങനെ രേവതിയും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, രവതി നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, എനിക്ക് അത്യാവശ്യമായിട്ടൊരു 3 ലക്ഷം രൂപ അർജൻറ്റ് ആവശ്യമായിട്ട് വന്നു, അത് ഞാൻ എടുത്തു, എൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഞാൻ പതുക്കെ കൊണ്ട് വെക്കാമെന്ന് കരുതിയിട്ടാണ്, അല്ലാതെ നീ കൂടുതൽ ഓവറായിട്ട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ പാർലറായിട്ടെത്തി, ഒരു വീട്ടിൽ ഒരു കള്ളം വന്നിട്ട് പൈസ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, അവരുടെ ആവശ്യമൊക്കെ കഴിയുമ്പോൾ പിന്നീട് പതുക്കെ തിരിച്ചു കൊണ്ടുവന്ന് വെക്കാമെന്ന് കരുതിയിട്ടാണ് ആ കള്ളം മോഷ്ടിക്കുന്നതല്ലേ. കഥയൊക്കെ സൂപ്പറായിട്ടുണ്ടെന്ന് സച്ചിയും പറയുന്നുണ്ട്. വർഷയൊപ്പം പറയുന്നുണ്ട്, അതെ ശ്രുതി, നിങ്ങൾ എന്ത് മോശമായിട്ടുള്ള പണിയാണ് ഈ കാണിക്കുന്നത്, നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡിനും വിദ്യാഭ്യാസമുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്, എപ്പോഴും പഠിപ്പില്ല വിദ്യാഭ്യാസം ഇല്ലെന്നും പറഞ്ഞിട്ട് സച്ചിയേട്ടനെയും രേവതി ചേച്ചിയും നിങ്ങൾ കളിയാക്കാറില്ലേ, എന്നിട്ട് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മോഷ്ടിക്കാൻ നിങ്ങൾക്കൊരു കോമൺ സെൻസും ഇല്ലേ, ഒരു നാണോ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ വർഷയും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വർഷ പറയുന്നുണ്ട്, നമ്മൾ 2 പേരും റൂമുകളിലാണ് ഇത്രയും നാളുകൊണ്ട് കിടക്കുന്നത്, അതിനുപോലും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടോ, അതൊന്നും ശ്രദ്ധിക്കാതെ അവർ ഹാളിലാണ് കിടക്കുന്നത്, എന്നിട്ട് അവരൊരു റൂം പണിയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് 2 പേരും അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അത് പോയി നീ മോഷ്ടിച്ചില്ലെന്ന് വർഷ ചോദിക്കുകയാണ്. ശ്രീകാന്തും ഈ സമയം പറയുന്നുണ്ട്, എന്തായാലും ഏട്ടത്തി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പറയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് നാണം കെട്ട് തലകുനിച്ച് നിൽക്കുകയാണ് ശ്രുതി. രവി വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി നീ ഈ ചെയ്തത് ഒട്ടും മാപ്പർഹിക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ്. ശരി, നീ തന്നെ പറഞ്ഞോളൂ, നീ ഈ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷയാണ് തരേണ്ടതെന്ന് പറഞ്ഞോളൂ എന്ന് രവി പറയുന്നുണ്ട്. ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, അത് അങ്കിൾ എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയതാ, എന്നോട് ക്ഷമിക്കുമെന്ന് പറയാനേ. അപ്പോഴേക്കും ചെറിയ തെറ്റോ, നീ അറിയാതെ ചെയ്തതാണോ ഇത്, അറിഞ്ഞുകൊണ്ട് പോയി പൈസ മോഷ്ടിച്ചുകൊണ്ട് വന്നു, അതും 1-2 രൂപയല്ല 3 ലക്ഷം രൂപ, അത് അവരെ സാധാരണ ഉണ്ടായ പൈസയല്ല, രാപ്പകലില്ലാതെ 2 പേരും കഷ്ടപ്പെട്ട് വിയർപ്പ് ചോര നീരാക്കി ഉണ്ടാക്കിയ അവരുടെ പൈസ നീ മോഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, അതറിയാതെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അംഗീകരിക്കുകയെന്ന് രവി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, മതിയച്ചാ, എല്ലാവരും മാറി മാറി ശ്രുതിയെ ഇങ്ങനെ കുറ്റം പറയണ്ട, ഒരു 3 ലക്ഷം രൂപയല്ലേ, അത് തിരിച്ചു തന്നേക്കാം, പിന്നെ അതിന് പകരമായിട്ട് 1 ലക്ഷം രൂപയും കൂടി കൂടുതൽ അങ്ങ് തന്നേക്കാമെന്ന് പറയുന്നുണ്ട്. സച്ചിയപ്പോൾ പറയുന്നുണ്ട്, ആഹാ കൊള്ളാമല്ലോ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ 50 ലക്ഷം രൂപ ഇതുവരെ നീ തിരിച്ചു വെച്ചിട്ടില്ല, എന്നിട്ടിപ്പോൾ 1 ലക്ഷം രൂപ നീ കൂടുതൽ ഞങ്ങൾക്ക് തരാനുണ്ടല്ലോ, കൊള്ളാമല്ലോടാ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കളിയാക്കുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മേ
അമ്മ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാന്ന് എപ്പോഴും തലയിൽ കെട്ടിവെച്ചിട്ട് ആടാറില്ലേ, അമ്മ തന്നെ മരുമകൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കെന്ന് പറഞ്ഞിട്ട് സച്ചി പറയാണ് കേട്ടോ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, അതെ ചന്ദ്രൻ, നീ തന്നെ അതിനുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ട് രവിയും അങ്ങ് ഒഴിയാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി ശ്രുതിയുടെ നേരെ ചെന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി, ഇനി ഈ വീട്ടിലുള്ള പണികളൊന്നും രേവതി ചെയ്യണ്ട. രേവതി നാളെ തൊട്ട് അടുക്കളയിൽ കയറിയാൻ വേണ്ട, എല്ലാ പണിയും നീ തന്നെ ചെയ്താൽ മതി എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ആൻറ്റി, എനിക്ക് കിച്ചണിലെ പണിയൊന്നും അറിയില്ല. ഓരോ കാര്യങ്ങളും നിനക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാലോ, മോഷണവും കള്ളത്തരങ്ങളും ഒക്കെ. അപ്പോഴേ അറിയാത്ത പണിയൊക്കെ ചെയ്താ പഠിക്കുന്നത്. അപ്പോൾ അറിയാൻ മേലാത്തത് വേണമെങ്കിൽ രേവതിയോട് ചോദിച്ചും കൂടി ചെയ്തോ. ഇനിയിപ്പോൾ വീട്ടിലുള്ള തൂക്ക് വാരിയും അടുക്കളപ്പണിയും അലക്കും എല്ലാം ശ്രുതി തന്നെ ചെയ്താൽ മതിയെന്ന് രേവതി ചന്ദ്രമതി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് രവിയും പറയുന്നുണ്ട്, ചന്ദ്രേ, നീ പറഞ്ഞത് എന്തായാലും നന്നായി. ഇവിടെ കിടന്നേ എല്ലാവർക്കും വേണ്ടി വെച്ച് വിളമ്പുമ്പോൾ രേവതി ചെയ്യുമ്പോൾ അതിനൊരു കഷ്ടപ്പാടും ഇല്ലെന്ന് പറഞ്ഞ് ടേബിളിൽ വന്ന് കൈ കഴുകിയല്ലേ ഇരിക്കാറ് പതിവ്. ഇനിയിപ്പോഴേ അതിൻ്റെ കഷ്ടപ്പാടും കൂടി ഒന്ന് അറിഞ്ഞു നോക്ക്. നീ ചെയ്തതിന് ഈ ശിക്ഷ തന്നെ വളരെ ചെറുതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ നേരെ പോലീസ് സ്റ്റേഷനിലാണ് പിടിച്ചു കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് രവിയും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വീണ്ടും ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ, ആൻറ്റി, ഞാൻ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല, എനിക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, നീയേ ചെയ്യുന്ന കള്ളത്തരങ്ങൾക്കെല്ലാം ഞാനും കൂടിയാ സമാധാനം പറയേണ്ടത്. ഇനിയിപ്പോൾ നീ ഈ ചെയ്യുന്നത് ഞാനൊന്ന് നോക്കട്ടെ, അതിനുശേഷം ബാക്കി തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയും അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ എന്താണെന്ന് അറിയും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.